അപ്പോൾ നമ്മൾ ഒരുപാട് അപ്ഡേറ്റ്സ് സമ്മറിൽ ഇട്ടിട്ടില്ല. കാരണം ഇവിടെ നല്ല ചൂടായിരുന്നു. പുറത്തിറങ്ങി പണിയാനും വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്യാനും ബുദ്ധിമുട്ടാണ്. പിന്നെ അതിനിടയ്ക്ക് നമുക്കിവിടെ നല്ല ജലദോഷം പനി എല്ലാം കൂടെ ആയിട്ട് ആകെ കുളമായിട്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് നമ്മളങ്ങനെ വീഡിയോ റെക്കോർഡിംഗ് ഒന്നും ഒരുപാട് ചെയ്തിട്ടില്ല. പക്ഷേ ഏതായാലും നമുക്ക് കാര്യമായിട്ടൊന്നും വീഡിയോ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഗാർഡൻ ഒരുവിധം നന്നായിട്ട് വളരുന്നുണ്ട്. പിന്നെ നമ്മൾ സ്പ്രിങ്ക്ലറൊക്കെ വെച്ചിട്ടുള്ളതുകൊണ്ട് നമുക്ക് അത്യാവശ്യം വെള്ളം ഒഴിക്കലും നനയ്ക്കലൊക്കെ എളുപ്പമായിരുന്നു. വലിയ ബുദ്ധിമുട്ടില്ലാതെ ചെയ്യാൻ പറ്റി. അപ്പോൾ നമുക്ക് ഒരു ക്വിക്ക് ഗാർഡൻ ടൂർ, നമ്മുടെ ഓഗസ്റ്റിലെ ഒരു ഗാർഡൻ ടൂറിലേക്ക് നമുക്കങ്ങ് കിടക്കാം. ഇവിടെ നമുക്ക് ബേസിലുണ്ട്, ക്യാബേജ്, പിന്നെ ഉണ്ടോ നമ്മൾ തക്കാളി ഇട്ടിട്ടുണ്ട്. നമുക്കൊരു ഒക്ടോബർ അവസാനം വരെ പറിക്കാൻ കിട്ടുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. പിന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഗ്രീൻ അണിയൻ്റെ ഒരു ബൾബ് ബൾബല്ല ആക്ച്വലി അതിൻ്റെ ബേസ് ഞങ്ങളങ്ങ് വെച്ചെന്നേ ഉള്ളൂ. അപ്പോൾ അതവിടെ ഉണ്ടായി. ഇനിയിപ്പോൾ അവിടെ നിന്ന് നമുക്ക് എപ്പോഴും കിട്ടും. നമ്മൾ ആകെ ഇതിൻ്റെ ഇലകൾ അങ്ങനെ ഉള്ളിയെടുക്കുകയുള്ളൂ. ഇവിടെ നമുക്ക് ചൈവ്സ് ഉണ്ട്, പിന്നെ ഇതുണ്ടോ പലതരം പയറുകളുണ്ട്, ബുഷ് ബീന്, പിന്നെ വള്ളിപ്പയർ. പിന്നെ ഇവിടെയും നമുക്ക് നെക്സ്റ്റ് ഒരു 5-8 ചോട് വെണ്ടയുണ്ട്. ഇതൊക്കെ നമ്മൾ നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് പല ടൈമിൽ പറിക്കാനായിട്ട് നമ്മൾ നട്ടിരിക്കുന്നതാണ്. നമ്മുടെ സൺഫ്ലവറുകൾ കണ്ടോ, അത് ഏകദേശം ഫുള്ള് കഴിഞ്ഞു, നന്നായിട്ട് ഉണങ്ങി നിൽക്കുക. ഇനിയിപ്പം ഞങ്ങൾ ഇന്നാ നാളെ അവനെ ഹാർവെസ്റ്റ് ചെയ്യും. അപ്പോൾ സീഡ് എടുക്കാമല്ലോ. പിന്നെ ഇതുണ്ടോ നല്ല ചൂടും, പിന്നെ നമുക്ക് എന്തൊക്കെയോ ബഗ്ഗുകളുടെ പ്രശ്നമുണ്ട്. എയ്ഫിഡ്സ് എന്ന് പറയുന്ന ബഗ് എൻ്റെ അടിയിരുന്ന് നീര് കുടിക്കുക. അത് കാരണം ഇല മൊത്തം ചുരുങ്ങിയായിരിക്കുന്നത്. ഇത് പിന്നെ ഒരു വെറൈറ്റി സൺഫ്ലവറാണ്. പിന്നെ ഇവിടെ നമുക്ക് സുക്കീനി സ്ക്വാഷ് നമ്മൾ ഇട്ടിട്ടുണ്ട്. നമ്മളതിന് നെറ്റ് ഇട്ടിരുന്നു, ഇപ്പോൾ ആ നെറ്റ് മാറ്റിയതാണ്. കാരണം നെറ്റ് ഇട്ടിട്ടും വലിയൊരു ഇഫക്റ്റ് ഉണ്ടായില്ല. കാരണം ഇതുണ്ടോ ഇലയിൽ മൊത്തം ബഗ്ഗുകളാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇച്ചിരി ചൂട് കുറയാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഇച്ചിരി വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു. ഇതാണ് ജോനത്തൻ. മമ്മയുടെ കൂടെ ഇവിടെ ഗാർഡനൊക്കെ കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. പുള്ളിക്ക് ഗാർഡൻ കണ്ടില്ലെങ്കിൽ ഇരിപ്പുറക്കിയല്ലാകത്ത്. ഗാർഡൻ കാണാൻ മാത്രമല്ല ഞങ്ങൾ പറിക്കാനും സഹായിക്കും. എന്താ നമ്മുടെ ടൊമാറ്റോ എല്ലാം ഉണ്ടായി തുടങ്ങി. അപ്പം ഇനിയിപ്പോൾ ഒരു 2 ആഴ്ചക്കുള്ളിൽ നമുക്ക് ഇവിടെ നിന്ന് പറിക്കാറാവും ഏകദേശം. ഇതിൻ്റെ അകത്തോടെയൊക്കെ ഉണ്ട്, ഇഷ്ടം പോലെ തക്കാളി ഉണ്ടാകുന്നുണ്ട്. നമുക്കിവിടെ പല വെറൈറ്റി ടൊമാറ്റോ ആണ് ഇവിടെ ഈ ഏരിയയിൽ കാണുന്ന മൊത്തം. ഇവിടെ നമുക്ക് റോമ ടൊമാറ്റോ ഉണ്ട്, റോമ ടൊമാറ്റോ. പിന്നെ നമുക്ക് ഇതെന്നതാ വെറൈറ്റി, ഇത് ചെറക്കി പർപ്പിൾ. ഇത് വലുതായി കഴിയുമ്പോൾ നല്ല രസമാണ് കാണാൻ, ചെറക്കി പർപ്പിൾ. പിന്നെ നമുക്ക് ഇവിടെ അകത്തോടെ ആണെങ്കിൽ ഈ കുഞ്ഞി ചെറി ടൊമാറ്റോ ആണ് ഈ ഏരിയയിൽ അകത്തോടെ കാണുന്നത്. ഇതാ ഇവിടെ ഒരാൾ ഞങ്ങളെ പറിക്കാൻ സഹായിക്കും എല്ലാം. രാവിലെ ഞങ്ങൾക്ക് ഒരു സ്ഥിരം മോർണിംഗ് വാക്ക് ഉള്ളതാണ് ഇതിൻ്റെ അകത്തോടെ, നമ്മുടെ ഗാർഡൻ്റെ അകത്തോടെ. ഓ യാ, നമുക്കിവിടെ എഗ് പ്ലാന്റ് ഉണ്ട്. ഇതുണ്ടോ നമ്മൾ 2 ചോട് എഗ് പ്ലാന്റ് വെച്ചിരുന്നു. വഴുതനങ്ങ. ഇതിൻ്റെ ഇലയെല്ലാം കഴിച്ചു പോവുക. നമുക്കത് അപ്പുറത്തും ഒരു ചോട് വഴുതനങ്ങയുണ്ട് അവിടെ പുറകിലും. വഴുതനങ്ങ നമ്മളങ്ങനെ ഒരുപാട് ഉപയോഗിക്കുന്ന ഒരു ഐറ്റം അല്ലാത്ത കാരണം നമുക്ക് കുറച്ചേ നട്ടുള്ളൂ. 2 ചോട്. ഇവിടെ ഒരുത്തൻ കുരുത്തക്കേടാണ്. ഇതൊരു തരം ചീരയാണ്, ഇവിടുത്തെ നേറ്റീവ് വെറൈറ്റി. ഞങ്ങൾ കോഴിക്ക് വേണ്ടിയിട്ട് വളർത്തുന്നതേ ഉള്ളൂ. ഇതങ്ങനെ കഴിക്കാൻ കൊള്ളുന്നതല്ലെന്നാണ് ഓൺലൈനിലൊക്കെ പറയുന്നത്. നമുക്ക് കുറച്ച് ചോട് വെണ്ട നമ്മൾ അവിടെ ഇവിടെയൊക്കെ, വെണ്ടയ്ക്ക് നമ്മൾ ഒരുപാട് കഴിക്കും ഇവിടെ. അതുകൊണ്ട് നമ്മൾ വെണ്ട കുറേ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നട്ടിട്ടുണ്ട്. ഈ കൊല്ലം ഇച്ചിരി ലേറ്റായി പോയതുകൊണ്ട് ഞങ്ങൾ 2 ബെഡിൽ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇനിയിപ്പം കുറച്ച് ഈ സീസൺ തീരുന്നതോടെ നമ്മൾ ഗാർലിക്കും അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ ഓവർ വിൻ്റർ ചെയ്യാനുള്ളത് അവിടെ ഇടും. നമ്മളിവിടെ പയറും കൊണ്ട് എല്ലാ കൊല്ലം ഇവിടെ ട്രെലസ് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇതാ പയർ ഇതാ മൂത്ത് പോയി, കുറച്ചെണ്ണം ഇതുണ്ടോ ഇവിടെ 1-2 മൂത്ത് പോയി. നമ്മളെല്ലാ ദിവസവും വന്ന് നോക്കിയില്ലെങ്കിൽ ഇത് നിന്ന് മൂത്ത് പോവും.
പക്ഷേ ഇത് ഇവിടുത്തെ ഒരുതരം ബ്ലാക്ക് ഐഡ് ബീൻസ് പോലത്തെ ഒരു വെറൈറ്റിയാണ്. ഇതിവിടെ നന്നായിട്ടുണ്ടാവും, നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇതുണ്ടോ, വേഗം കയറി ഞങ്ങൾ രണ്ട് സൈഡിൽ നിന്നും അവിടെ നിന്ന് ഒരെണ്ണം തന്നെത്താൻ കിടന്ന് ഉണ്ടായി, ഈ സൈഡിലും ഒരെണ്ണം തന്നെത്താൻ കിടന്ന് 2-3 മുളച്ചു. അപ്പോൾ ഞങ്ങൾ അതിനെ കറക്റ്റായിട്ടൊന്ന് നിർത്തി അവനെ ഇനി അങ്ങ് കയറ്റി വിട്ടിരിക്കുക. ഇപ്പോൾ ഫുള്ള് ആർച്ചങ്ങ് കവർ ചെയ്ത് വരും. നമ്മളിവിടെ ഗ്രോ ബാഗിൽ സ്റ്റാർട്ട് ചെയ്ത നമുക്ക് പാവയ്ക്കയുണ്ട്. വലിയ കാര്യമായിട്ട് അതങ്ങ് ക്ലച്ച് പിടിച്ചിട്ടില്ല, കാരണം ഗ്രോ ബാഗിൽ നിൽക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഏതായാലും ഇനിയിപ്പോൾ ഈ കൊല്ലം വലിയ സീസൺ അല്ലാത്തതുകൊണ്ട് തൽക്കാലത്തേക്ക് ഇച്ചിരി വെള്ളവും മണ്ണും കൊടുത്ത് അവിടെ തന്നെ നിർത്തിയേക്കുക. ഇതുണ്ടോ, ഇത് നമ്മുടെ ചെറി ടൊമാറ്റോ ആണ്. ഇതുണ്ടോ, ഇവിടെ ഇങ്ങനെ കുറേ ഉണ്ടാവും. ഇത് ചെറുതായത് കാരണം ഇതുണ്ടോ വലിയ വലുപ്പമില്ല. ചെറുതായതുകൊണ്ട് നമുക്കങ്ങനെ എത്ര പറിച്ചാലും ഒരു കറിക്കുള്ളതൊക്കെ കിട്ടണമെങ്കിൽ പാടാം. പിന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ സാലഡിൻ്റെ അകത്തും ഒക്കെ ആയിട്ട് യൂസ് ചെയ്യും. പിന്നെ മിച്ചം വരുന്നത് നമ്മൾ കോഴീനെ അഴിച്ചു വിടുമ്പം അവർ വന്ന് എടുത്തോളും. ഇവിടെ നമ്മുടെ ഡാലിയയാണ് നമുക്കുണ്ടായിരുന്നത്. ഡാലിയയുടെ ഒരു സ്റ്റേജ് കഴിഞ്ഞു. ഇനിയിപ്പം ചൂട് കുറയുമ്പോൾ വീണ്ടും പൂ വരും. അപ്പോൾ അതുവരെ പയറും കോവലും പാവലൊക്കെയാണ് ഇവിടെ മെയിനായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നമുക്ക് കുറേ ഫിഗ് തൈകളുണ്ട്. തൈന്നേ പറയാൻ പറ്റുള്ളൂ, കാരണം മരമാകുകയല്ല ഇവിടുത്തെ ക്ലൈമറ്റിന്. എല്ലാ നോഡയിലൂടെയും ഇതേലെ ഫിഗ് ഉണ്ട് ഇഷ്ടം പോലെ. പിന്നെ നമ്മൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ ചീര നട്ടിട്ടുണ്ട്, നമുക്ക് കറിക്കും തോരനൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ചോടോടെ വർക്ക് ചെയ്യല്ലേ ഇന്ന്, നമ്മൾ ജസ്റ്റ് ഒടിച്ചെടുക്കുന്ന കാരണം നമുക്ക് കുറേ ഹാർവെസ്റ്റ് ചെയ്യാൻ കിട്ടും ഇവിടുന്ന്. ഇല മാത്രമായിട്ട് ഹാർവെസ്റ്റ് ചെയ്യുന്ന കാരണം നമ്മൾ തണ്ടുകൾ അങ്ങനെ ഒടിച്ചെടുക്കുക ചെയ്യുന്നത്. പിന്നെ നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് ഒരു വാഴയുണ്ട്, പക്ഷെ അതത്ര ശരിയായില്ല ഈ കൊല്ലം. ചൂടും എല്ലാം കൊണ്ടാണെന്ന് തോന്നുന്നു, അത്ര അങ്ങോട്ട് അതിനങ്ങ് സ്ട്രെങ്ത് ഇല്ല. പിന്നെ നമുക്കിവിടെ കുറേ തന്നെത്താൻ കിടന്നുണ്ടായ ഇവിടുത്തെ തന്നെ നേറ്റീവ് സൺഫ്ലവേഴ്സാണ്. ഇതിവിടെ വെയിറ്റ് കൊണ്ടാണെന്ന് തോന്നുന്നു. ഇതുണ്ട് ചോടും പിന്നെ ഏതാണ്ടൊക്കെ വന്ന് മാന്തുന്നുണ്ട്. അതിൻ്റെ ചോട് ഫുള്ള് മാന്തി വെച്ചിരിക്കുക, സ്കങ്കും അല്ലാത്ത പലതരം പെസ്റ്റുകൾ വന്നിട്ട്. അപ്പോൾ ഒരെണ്ണം മറിഞ്ഞ് വീണിരിക്കുന്നു. പിന്നെ നമുക്കിവിടെ കോവയ്ക്കയുണ്ട്. നമ്മുടെ കോവൽ നമ്മൾ ചട്ടിയിലാണ് ഇവിടെ വെക്കുന്നത്. പക്ഷേ ചട്ടിയുടെ അടിഭാഗം തുളച്ചിരിക്കുന്ന കാരണം ഇത് അടിയിലേക്ക് വേരിറങ്ങും. നമ്മുടെ കോഴിക്കോടാണല്ലോ പുറകിൽ, അപ്പോൾ അതിൻ്റെ വളമെടുക്കാൻ വേണ്ടിയിട്ട് കോഴിക്കോടിൻ്റെ അടിയിലേക്ക് ഇതിൻ്റെ വേര് പോകുന്ന മൊത്തം. നമുക്ക് ഇഷ്ടം പോലെ കോവയ്ക്കയുണ്ട്. ഇതാ പറിക്കാറായി നിൽക്കുക. ഉണ്ടോ, നമുക്ക് ഒരു റൗണ്ട് ഫുള്ള് വന്ന് പറിക്കണം. ഇതാ കോഴിക്കോടിൻ്റെ ഇത് നമ്മൾ കോഴിക്കോടിൻ്റെ മുകളിലേക്കാണ് കയറ്റി വിട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇഷ്ടം പോലെ ഇതിൻ്റെ ഫുള്ള് ഇവർക്ക് നല്ല ഷെയ്ഡും കിട്ടും, പിന്നെ നന്നായിട്ട് ഉണ്ടാവുകയും ചെയ്യും. നമുക്ക് പിന്നെ അകത്തുനിന്ന് പോയിട്ട് തൂങ്ങി നിൽക്കുമ്പോൾ പറിക്കാനും എളുപ്പമുണ്ട്. നമ്മൾ പാഷൻ ഫ്രൂട്ട് കാണുന്നത് കേട്ടോ. ഈ കാണുന്ന തൈയാണ് നമ്മുടെ പാഷൻ ഫ്രൂട്ടിൻ്റെ ഒരു ചോടാ. പക്ഷേ ഇതുവരെയായിട്ടൊന്നും പൂവിട്ട ലക്ഷണം ഇല്ല. ഏതായാലും നന്നായിട്ട് കയറുന്നുണ്ട്. ഹോപ്പ്ഫുള്ളി ഈ സീസൺ തീരുമ്പോഴത്തേക്ക് നമുക്ക് എന്തെങ്കിലും കിട്ടുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഇവിടെ നമ്മൾ പല വെറൈറ്റി പയറായിട്ടിരിക്കുന്നത്. ഈ സൈഡിലാണ് നമുക്ക് ഈവനിങ് എന്നുള്ള വെയിലടിക്കുന്നത്. ഈവനിങ്ങിലെ വെയിലിന് വെച്ച് ചൂട് കൂടുതലും ഉള്ളത് കാരണം നമ്മൾ കോഴിക്ക് വേണ്ടിയിട്ട് ഒരു എക്സ്ട്രാ തണലും പിന്നെ പയറാണെങ്കിൽ നന്നായിട്ട് ഉണ്ടാവുകയും ചെയ്യും, നല്ല വെയിൽ കിട്ടുന്ന കാരണം. ഇതുണ്ട് നമ്മളിവിടെ പ്രത്യേകിച്ച് വേറെ ഒന്നും ഓർഗാനിക്കായിട്ടുള്ള നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന സൊല്യൂഷനെ സ്പ്രേ ചെയ്യുന്നുള്ളൂ. നമ്മൾ കുറച്ച് ഡിഷ് സോപ്പും പിന്നെ നമ്മൾ തന്നെ വേറെ എന്നാ ഉപയോഗിക്കുന്നത്, നീം ഓയിലും ഡിഷ് സോപ്പും, അതും കൂടെ ഉള്ള ഒരു മിക്സ്ചറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ വേറെ കെമിക്കലായിട്ടൊന്നും സ്പ്രേ ചെയ്യുന്നില്ലാത്തതുകൊണ്ട് ഇല ഒരുപാട് നമുക്ക് പുഴുവല്ലാത്തൊക്കെ വന്ന് കഴിച്ചു പോകും. പക്ഷേ ഇതാ ഇവിടെയും പയർ ഇഷ്ടംപോലെ പറിക്കാനുണ്ടെന്നുണ്ടോ, വള്ളിപ്പയർ കണ്ടോ. അപ്പം നമ്മൾ ഇന്ന് ഒരു റൗണ്ട് ഹാർവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇവിടെ ഒരുപാട് പച്ചക്കറി നമുക്ക് നിൽപ്പുണ്ട്, അല്ലെങ്കിൽ ഇതെല്ലാം വെറുതെ നിന്ന് പോകും. പിന്നെ ഇവിടെയാണ് നമ്മുടെ കോഴിക്കോടിൻ്റെ നെസ്റ്റിംഗ് ബോക്സ്. അപ്പം നമുക്കിവിടെ ഒരു സീക്രട്ട് ഗാർഡൻ നമ്മൾ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു നമ്മുടെ കോഴിക്കോടിൻ്റെ അകത്ത്. ഇവിടെ കോഴിക്കോടിൻ്റെ അകത്തുനിന്ന് വളവും പിന്നെ വേറെ പെസ്റ്റുകളിൽ നിന്നൊക്കെ നമുക്ക് ഷെയ്ഡും പ്രൊട്ടക്ഷനും കിട്ടുന്നതുകൊണ്ട് നമ്മളിവിടെ കോഴിക്കോടിൻ്റെ അകത്തോടെ കുറച്ച് വെറൈറ്റി പച്ചക്കറികളൊക്കെ നടുമായിരുന്നു. അപ്പം ഇത് കണ്ടോ, നമ്മളിവിടെ കോണ് നട്ടിട്ടുണ്ട്.
കോണിൻ്റെ കുറച്ച് സീഡ് നമുക്ക് കിട്ടിയിരുന്നത്. അത് നമ്മൾ നട്ടു. നമ്മളങ്ങനെ കോഴിക്കോടിൻ്റെ അകത്തോടെ വലയിട്ടിട്ട്, ഒരു ടെമ്പററി വലയിട്ടിട്ട് നമ്മൾ കോഴികളെ സൈഡിൽ നിന്ന് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുക. അത് നമുക്ക് ഇഷ്ടം പോലെ നടാനുള്ള സ്ഥലവും കിട്ടും, കോഴികൾക്കാണെങ്കിൽ ഷെയ്ഡും. പിന്നെ പോരാത്തതിന് അവർക്ക് എന്തെങ്കിലും ഈ വേലിയുടെ അറ്റത്തോട്ട്, ഇത് ചിക്കൻ വയർ എന്നാണ് പറയുന്നത്. അപ്പം ഈ ചിക്കൻ വയറിൻ്റെ അകത്ത് ഇതുണ്ട്, ഇവർക്ക് ഇതിനകത്തോടെ തലയിടാൻ പാകത്തിനുള്ള വലുപ്പമുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തോടെ എന്ത് കിട്ടിയാലും അവർ കഴിക്കും. കണ്ട ആ സൈഡിലുള്ള നമുക്കിവിടെ ഒരുപാട് മുളകാണ് നമ്മൾ ആദ്യം നട്ടിരുന്നത്. നമ്മുടെ ആദ്യത്തെ ഒരു ഗാർഡൻ നമ്മൾ പൊളിച്ചപ്പം അവിടെ നിന്ന് മാറ്റിയതാണ് ഒരുപാട് തൈകൾ ഇവിടെയുള്ളത്. അപ്പോൾ കോഴികൾ ഇതിനെ ഇതുണ്ട് ഈ എൻഡിലേക്ക് നന്നായിട്ട് ട്രിം ചെയ്ത് നിർത്തും. അപ്പോൾ നമുക്ക് അപ്പുറത്തെ സൈഡിലേക്കുള്ളതേ കിട്ടുള്ളൂ. പക്ഷെ സാരമില്ല, അവർക്ക് അത്യാവശ്യത്തിനുള്ളത് അവർക്കും കിട്ടും, നമുക്കുള്ളത് നമുക്ക് ഈ സൈഡിൽ നിന്ന് വർക്ക് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ നമ്മളിതിൻ്റെ ഇടയ്ക്കോടെ വന്ന് ഇടയ്ക്കും വല്ലപ്പോഴൊക്കെ ആയിട്ട് നമ്മൾ കുറച്ച് തവണ വന്ന് പറിച്ചിട്ട് പോയി. നമുക്ക് ഇതിനകത്ത് ഒരു ഫിഗ് നമ്മൾ അകത്ത് കയറ്റി വെക്കുന്ന ഫിഗാണ് ഗരാജിൽ. നമ്മൾ കോഴിക്കോടിൻ്റെ അകത്തായതുകൊണ്ട് അതിൻ്റേതായ സൗണ്ട് എഫക്ട്സ് ഇവിടെ ഇഷ്ടം പോലെയുണ്ട്. നമുക്കിവിടെ പലതരം മുളകുകളാണ് ഇവിടെ മെയിനായിട്ടുള്ള. പുറകിൽ ബെൽ പെപ്പർ ഉണ്ട്. പിന്നെ ഇവിടെ നമുക്കിതെന്താ ടൈ ചില്ലിയോ, ഇത് കയാൻ പെപ്പർ. പിന്നെ നമുക്ക് ഇവിടെ ഷിഷീരോ പെപ്പേഴ്സ്, പിന്നെ ബനാന പെപ്പർ, അങ്ങനെ പലതരം മുളകുകൾ ഇതുണ്ട്. എല്ലാം കായ്ച്ച് ഫുള്ള് നിൽക്കുക. നമുക്ക് പറിക്കാറുള്ളതായി. അതുകൊണ്ട് അവിടെയാണ് കണ്ടോ ചുമന്ന് എല്ലാം പഴുത്ത് നിൽക്കുകയാണ്. സെറാനോ പേപ്പറാണ്. അപ്പം നമുക്ക് എല്ലാം ഒരു പറിക്കാനുള്ള ഒരു സ്റ്റേജിലായിട്ട് വന്നിരിക്കുകയാണ് ഏകദേശം. അപ്പോൾ ഇവിടെ സമ്മറിൻ്റെ ചൂട് ചെറുതായിട്ടൊന്ന് കുറയാൻ തുടങ്ങിയെന്ന് വേണേൽ പറയാം. ഇപ്പം നമുക്ക് ഹൈ 90s ആണ്, വീണ്ടും 100s കിടക്കും. പക്ഷേ ഇതുണ്ടോ ഈ ഇത് അകത്തുനിന്ന് കോവയ്ക്ക ഇങ്ങനെയാണ് കിടക്കുന്നത് നമ്മുടെ പന്തലേക്കൂടെ. ഈ പന്തലൊന്ന് പൊളിച്ച് പണിയാനുള്ള ഒരു സ്റ്റേജിലോട്ട് എത്തി. നമ്മളിവിടെ കാറ്റിൽ പാനിലിട്ടിട്ടാണ് നമ്മൾ ഇങ്ങനെ പന്തൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് കോഴിക്കൊരു പ്രൊട്ടക്ഷനും പിന്നെ നമുക്ക് അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ വള്ളിയൊക്കെ കയറ്റി വിടാം. പക്ഷേ ഇതിൻ്റെ റൂഫിങ് എന്ന് നമുക്ക് റീഡൂ ചെയ്യാനുള്ള ഒരു ടൈമായി. ഇത് നമ്മുടെ ഒരു എക്സ്പെരിമെൻ്റൽ കോണാണ് ഈ കാണുന്നത്. ഇതുണ്ടോ ഇവിടെ, ഇത് ടാസൽ എന്നല്ല ഇതിന് പറയുന്നത്, ടാസൽ മേലെയാണല്ലേ. അപ്പോൾ ഇതെന്താ സംഭവം? ഇവിടെയാണോ കോബ് വരുന്നത്? ഓ കാണാൻ തോന്നുന്നു. അപ്പോൾ ഇത് ഇവിടെ 2 ഇയർ എന്നാണ് തോന്നുന്നത് ഞാൻ പറയുന്നത്, കോൺ ഇയേഴ്സ്. അപ്പോൾ 2 ഉണ്ട്. കോണിന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഇങ്ങനെ വേരിങ്ങനെയാണ് വരുന്നത്. ഒരുപാട് ഏറിയൽ റൂട്ട്സ് ഉണ്ട് കോണിന്. അപ്പോൾ മണ്ണിൻ്റെ മേലെ നിൽക്കും കുറേ റൂട്ടുകൾ. അത് അഡീഷണൽ മോയ്സ്ചർ എടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇവിടെ കണ്ടോ ഏതാണ്ടിൻ്റെയൊക്കെ ശല്യമുണ്ട്. ഇതുണ്ട് ഒരു കോണാകെ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഇച്ചിരി അടുത്ത് പോയി അവിടെ. നമുക്കറിയില്ലായിരുന്നു ഇതിൻ്റെ ഡിസ്റ്റൻസിങ് എങ്ങനെയാണ്. നമ്മൾ വെറുതെ ഒരു എക്സ്പെരിമെൻ്റായിട്ട് നട്ടതാണ്. പിന്നെ ഇവിടെ നമുക്ക് ഇഷ്ടം പോലെ പാവയ്ക്ക ഉണ്ടാകുന്നുണ്ട്. ഇതുണ്ടോ എന്താ പാവയ്ക്ക. ഇത് അത്ര വലിയതാകുന്ന വെറൈറ്റി അല്ല. ഇതാ ഏതാണ്ടൊക്കെ ബഗ് ഉണ്ട് കേട്ടോ ഇവിടെ. മറ്റേ സ്റ്റിങ്ക് ബഗ് പോലത്തെ ടൈപ്പ് സാധനം ഇതിൻ്റെ അകത്തോടെയൊക്കെ ഉണ്ട്. ഇതുണ്ടോ താഴെ എന്ത്? അതാ താഴെ ഉണ്ട് പാവയ്ക്ക. അതെ ഉണ്ട് അവിടെ പാവയ്ക്കുണ്ട്. നമുക്ക് ഇഷ്ടം പോലെ നമ്മൾ ഒരു റൗണ്ട് നമ്മൾ കുറേ പറിച്ചിട്ട് അത് മൊത്തം നമ്മൾ എയർ ഫ്രയറിലിട്ട് ഉണക്കി. ഇതിപ്പോൾ 2ാമത്തെ റൗണ്ട് ഇതിൻ്റെ അകത്തോടെ വന്ന് പറിക്കാനുണ്ട് കുറേ. നമ്മളിതെല്ലാം ഇല മാറ്റി നോക്കി കഴിയുമ്പോഴേ നമുക്ക് അറിയുള്ളൂ എവിടെയാണ് നിൽക്കുന്നതെന്ന്. പക്ഷേ ഇത് കോഴിക്കോടിൻ്റെ അകത്ത് നല്ല രസമല്ല ഇങ്ങനെ കാണാൻ. എന്തുണ്ടോ ഒരു വാള് മൊത്തം ഇങ്ങനെ പാവയ്ക്കാണ് നിൽക്കുന്നത്. അതെന്നതാ അതാ അവിടെ മേലെ കൂടെ. ഓക്കെ, ഇതിൻ്റെ റൂഫിലേക്ക് കയറി. ഇനിയിപ്പം മേലേന്ന് നമുക്കുണ്ടാവും ഇഷ്ടം പോലെ. പിന്നെ പാവലിൻ്റെ ഇപ്പുറത്തെ സൈഡിലേക്ക് മാറിയിട്ട് നമുക്ക് കുറച്ച് പയറും നമ്മൾ നട്ടിരുന്നു. അതും നമുക്കിവിടെ ഇഷ്ടം പോലെ പറിക്കാറായി. അപ്പോൾ ഇവിടുന്ന് നമുക്ക് നല്ല ഷെയ്ഡാണ്. അപ്പോൾ സൈഡുകളിൽ നിന്ന് നല്ല ഷെയ്ഡാണ്. ഉച്ചയ്ക്കത്തെ വെയിലിനുള്ള ഷെയ്ഡ് മെല്ലെ ആയി വരുന്നേ ഉള്ളൂ. അപ്പോൾ റൂഫ് ലൈന് പെട്ടെന്ന് വലിയ താമസമില്ലാണ്ട് ഫുള്ള് കവർ ചെയ്ത് വരും. അപ്പം നമുക്കിവിടെ നല്ല ഷെയ്ഡാകും കോഴികൾക്ക്. നമ്മൾ ഫുൾ കോഴിക്കോട് ഒരു ടൂറ് പിന്നീട് തരുന്നതായിരിക്കും. നമുക്ക് ഇച്ചിരി പണിയുണ്ട്. അപ്പം എല്ലാം കൂടെ നമ്മൾ ഒരുമിച്ച് ഒരു പാക്കേജ് ടൂറാക്കി തരാം.